എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ തെറപ്പിക്ക് പോവാൻ തുടങ്ങി. അലീന തെറപ്പിക്ക് പോകാൻ തുടങ്ങിയോ? അലീന സൈക്കോളജിസ്റ്റ് അല്ലേ? ഇപ്പൊ എന്തിനാ തെറപ്പിക്ക് പോകേണ്ട ആവശ്യം? അയ്യോ! സൈക്കോളജിസ്റ്റുകൾ എന്താ തെറപ്പിക്ക് പോയാൽ പ്രശ്നം എന്താ? എനിക്കിപ്പോ അതിന്റെ ആവശ്യം എന്താ? എല്ലാം അറിയാലോ. അതങ്ങ് ചെയ്താ പോരെ ലൈഫില്. അതിന് വേണ്ടി ഒരാളെ പോയി കാണേണ്ട ആവശ്യം എന്താ? അലീന, ഒരു തെറപ്പിക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് പോകുന്നതിനെ സംബന്ധിച്ച് കുറെ മിത്തുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതെ. ഇപ്പൊ നമ്മള് കൗൺസിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും കുറെ അധികം മിത്സ് നമ്മള് കം അക്രോസ് ചെയ്യാറുണ്ട് യൂഷ്വലി. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ? അലീന ഇപ്പൊ അങ്ങനെ കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു മിത്ത് എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും അതായത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ, തെറപ്പി വട്ടുള്ളവരോ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ഇൽനെസ് ഉള്ളവർ മാത്രമാണ് എടുക്കുന്ന തെറപ്പി ഒരു സംഭവമാണ്. ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാ. അതൊരു ഭയങ്കര ഒരു മിത്തായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയും, അതായത് ജീവിതത്തിൻ്റെ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, അതായത് വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ എന്ന് അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ. ചില സമയത്ത് നമ്മൾ മാരേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, വർക്ക് പ്ലേസിൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പാരൻറ്റിങ്ങിലോ നമ്മുടെ ഫാമിലി ലൈഫിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അതും ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇഷ്യൂസാണ്. അതിന് പോലും നമുക്ക് തെറപ്പിക്ക് പോകാൻ പറ്റും. അപ്പോൾ തെറപ്പി എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ ഇൻകൺവീനിയൻസ് തൊട്ട് ഒരു ലോങ് ലെവലിലുള്ള ഒരു ഡിസീസ് വരെയുള്ള ഒരു ക്രൈറ്റീരിയൻ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത്. അതല്ലാതെ വട്ടുള്ളവർ മാത്രമാണ് തെറപ്പിക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേട്ടിട്ട് പലവരുടെ ഇന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ തെറപ്പിക്ക് പോയി എന്ന് പറയുമ്പോൾ ആദ്യം പറയാൻ പോകുന്ന റെസ്പോൺസ്, നിനക്ക് അതിന് എത്ര പേർക്ക് എന്താ ഉള്ളത്, നിനക്ക് വട്ടൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, നീ ആൾക്കാരോട് പറയാത്തതാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതെ, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാലത്താണെങ്കിലും ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ടോ വട്ടിനെ ചികിത്സിക്കാൻ പഠിക്കുകയാണോ എന്നുള്ളൊരു സംഭവം ഞാനും കുറെ കേട്ടിട്ടുള്ളൊരു സംഭവം. ഇനി അത് ഒത്തിരി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതെ അതെ. ഇത് ശരിക്കും ഒരു മിസ്കോൺസെപ്ഷൻ തന്നെയാണ്. പലീന പറഞ്ഞ പോലെ ഒരു ഡേ ടു ഡേ ലൈഫിലുള്ള ചാലഞ്ചസ് ഒന്ന് ഈസിലി നാവിഗേറ്റ് ചെയ്യാനും തെറപ്പി ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ? തെറപ്പി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഓവറോൾ വെൽബീങ്ങിനൊക്കെ അപ്പൊ നമ്മളെ പറ്റി തന്നെ നമുക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനും ആക്ച്വലി ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് തെറപ്പിക്ക് പോകുക അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ? അതെ അതെ. ഇപ്പൊ നമുക്ക് ഒരു പൊതുവെ സ്ട്രെങ്സും ഉണ്ടാവും, നമുക്ക് വീക്ക്നെസ്സുകളും ഉണ്ടാവും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ടാവും, നമുക്ക് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ അതായത് ഒരു വെൽബീയിങ് കൂടെ കണ്ടുകൊണ്ടാണ് ശരിക്കും നമ്മൾ തെറപ്പി എടുക്കുന്നത്. ഇപ്പോൾ ഒരു നെഗറ്റീവ് ആസ്പെക്ട് മാത്രമല്ല അതിൽ ഇൻവോൾവ് ചെയ്യുന്ന, ഒരു പോസിറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. ഇതേപോലത്തെ വേറൊരു മിത്ത് റീന എപ്പോഴും കേട്ടിട്ടുള്ളത് എന്തായിരിക്കും? പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് തെറപ്പി എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോ ഒരു സൈക്കോളജിസ്റ്റ് ഇരുത്തി ഉപദേശിക്കുക അല്ലെങ്കിൽ ഒരു ക്ലയന്റ് പോയിട്ട് വെറുതെ വെന്റ് ഔട്ട് ചെയ്ത് കംപ്ലൈന്റ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു പ്രോസസ് ഒക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ ബേസിക്കലി അത് അങ്ങനെ തന്നെയാണോ? അത് ശരിക്കും അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ പഠിക്കുന്നവരൊക്കെ കൂടുതലും കേൾക്കുന്ന ഒരു കാര്യം അതാണ്. നിങ്ങളുടെ പണി എന്താ ശരിക്കും? നിങ്ങൾ വെറുതെ കുറെ മണിക്കൂർ കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ അവർ ഉപദേശിച്ചു കൊടുക്കുന്നു, അവർക്ക് ഇപ്പൊ വിഷമങ്ങൾ പറയാനുണ്ടെങ്കിൽ അതെല്ലാം കേട്ടിട്ട് ആ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതിപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടുണ്ട്. ശരിക്കും അത് അങ്ങനെയല്ലല്ലോ. അതായത് തെറപ്പി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ റൈറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്ന എങ്ങനെയാണ്. അതായത് ഒരു വിഷമം പറയുമ്പോൾ അവിടെ നമ്മൾ ഉപദേശിക്കാതെ അതിൽ നിന്ന് എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ എങ്ങനെ ഈസിലി അത് ഹാൻഡിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഈസിലി ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതൊക്കെയാണല്ലോ നമുക്ക് കൂടുതലും ഒരു തെറപ്പി സെഷനിൽ ഫോക്കസ് ചെയ്യുക. അതായത് റൈറ്റ് ആയിട്ട് സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് തെറപ്പി എന്ന് പറയുന്നത് അല്ലേ? യെസ് യെസ്. അടുത്തൊരു മിത്ത് ഞാൻ കേട്ടിരിക്കണത് തെറപ്പി ഒരു മാജിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വിക്ക് ഫിക്സ് ആണെന്നുള്ളൊരു തോട്ടം. അതായത് ഒരു സെഷൻ അങ്ങ് അറ്റൻഡ് ചെയ്യുന്നു പിന്നെ അങ്ങ് ലൈഫ് അങ്ങ് ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കുറെ ആളുകളിലുള്ളത് അല്ലേ? അത് അലീനയും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതെ, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് എത്രത്തോളം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം തെറപ്പി ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ A to Z എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുന്നു, അത് അനലൈസ് ചെയ്യുന്നു, അത് വെച്ചിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വരുന്ന ഒരാളെ ഒറ്റയടിക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കലോ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കത് അവരെ മനസ്സിലാക്കി ആ ഒരു വഴിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതെ, അതായത് ഇപ്പൊ നമ്മൾ ബേസിക്കലി ചെയ്യണത് ഒരു ഡീപ്പ് റൂട്ട് അനാലിസിസ് ചെയ്യുകയാണ്. അതായത് അത്രയും ഡെപ്തിലേക്ക് ഇപ്പൊ ഒരു
20-25 വയസ്സായിട്ടുള്ള ഒരാൾ വന്നു, ആളുടെ ഒരു ഡെപ്തിലേക്ക് പോകണമെങ്കിൽ എത്ര പുറകിലേക്ക് നമ്മൾ പോകണം. ആ ഒരു ഡീപ് റൂട്ട് അനാലിസിസ് കിട്ടണമെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി കുറെ ടൈം എടുക്കും. അതെ അത് കഴിഞ്ഞ് പതിയെ അത് അഡ്രസ് ചെയ്ത് അവർക്കുണ്ടായ ഓരോ ട്രോമ അല്ലെങ്കിൽ അവർക്കുണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഓരോന്ന് എടുത്ത് അപ്പൊ അത് ഹീലായി വരാന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ്. അപ്പൊ പിന്നെ അത് ഡിപ്പെൻസ് ടു പേഴ്സൺ. അതായത് ചിലർക്കത് പെട്ടെന്ന് ചിലപ്പോൾ ഓക്കെ ആവും, ചിലർക്കത് ഡെഫിനറ്റ്ലി കുറെ മാസങ്ങൾ എടുക്കാം, ചില വർഷങ്ങൾ എടുക്കാം. അതായത് തെറപ്പി ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നുള്ളത് ആണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം നമ്മളിപ്പോ ഒരു സെഷൻ എടുത്തു, അപ്പോഴത്തേക്കും ഇതങ്ങ് മാറാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതെ. ഈ തെറപ്പിസ്റ്റ് ഷോപ്പിങ്ങിനെ പറ്റി റീന കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫസ്റ്റ് സെഷനോ സെക്കൻഡ് സെഷനോ പോയിട്ട് ഒരു റിസൾട്ട് ഒന്നും കണ്ടില്ല, ഒരു വിസിബിൾ റിസൾട്ട് കാണാത്തത് കൊണ്ട് വേറൊരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്നു. അത് ഒന്ന് ആക്ട് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ അവർക്കൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കാതെ, അതായത് ഇപ്പൊ ഒരാഴ്ചയിൽ ഒരിക്കലാണ് ഒരു സെഷനെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ എനിക്കൊരു റിസൾട്ടും വന്നില്ല, അപ്പോൾ ഇവര് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് അടുത്തൊരാളിലേക്ക് ജമ്പ് ചെയ്തത് അല്ലെങ്കിൽ അടുത്തൊരു തെറപ്പിസ്റ്റിലേക്ക് പോകുന്ന ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പറയാനുള്ളത് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അതിനൊരു ടൈം കൊടുത്താലേ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതായത് ഈ ഒരു തെറപ്പിയിലൊരു ട്രസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് തെറപ്പി വർക്ക് ചെയ്യണമെങ്കിൽ, അതും ഒരു ലോങ് ടേമിലേക്ക്. റീന, പിന്നെ കേട്ടേക്കുന്ന ഒരു കാര്യം, ഈ തെറപ്പിസ്റ്റുകളെല്ലാം ഒരേപോലെയാണ്, എല്ലാവരും ഒരേ രീതിയാണ്, ഒരേപോലെയാണ്, അതിനെപ്പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇപ്പോൾ നേരത്തെ അരീന പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് തെറപ്പിസ്റ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതിൽ നിന്ന് തന്നെ വരുന്ന ഒരു കാര്യം. അതായത് എല്ലാ തെറപ്പിസ്റ്റും ഒരേപോലെ ആണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതായത് ഓരോ തെറപ്പിസ്റ്റ് കൊടുക്കുന്ന ഓരോ ടൈപ്പ് അപ്രോച്ചസ് ആണ്. അപ്പോൾ ആ അപ്രോച്ചസ് എങ്ങനെ ക്ലയന്റിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആക്കാൻ പറ്റുമെന്നുള്ളതാണ് ഓരോ തെറപ്പിസ്റ്റും നോക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ അപ്രോച്ചും, അതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എല്ലാ അപ്രോച്ചും എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ആയിരിക്കാം കൂടുതലായിട്ടും ഈ ഒരു തെറപ്പിസ്റ്റ് ഷോപ്പിംഗ് എന്നുള്ളൊരു ഇതിലേക്കൊക്കെ ആളുകൾ കൂടുതൽ പോകുന്നത്, അല്ലെ? എന്താണ് എനിക്ക് തോന്നണേ? അതെ അതെ. ഇപ്പൊ ഓരോരുത്തർ പറയുന്ന ഒപ്പീനിയൻസ് അല്ലെങ്കിൽ എവിടെ നിങ്ങൾ കേട്ടേക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാലും നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്താലേ കാര്യമുള്ളൂ. അവരുടെ ഒരു ഈ ടോക്ക് വേണ്ട, ഒരു ആക്ഷനിലേക്ക് പോവാം അല്ലെങ്കിൽ നമുക്കൊരു പ്ലാനിലേക്ക് പോവാം എന്ന് പറയുന്നതിനേക്കാൾ, അതല്ല നമുക്ക് തെറപ്പി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അല്ലാതെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാൻ തരിക, അതിൽ വർക്ക് ചെയ്യുക, അതിൽ നിന്ന് പിന്നെ നമ്മൾ റിസൾട്ട് കണ്ടില്ല എന്ന് പറയുക, പിന്നെ എഗെയിൻ ഒരു തെറപ്പിസ്റ്റ്, ഇത് തന്നെ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി, ഇപ്പം പ്ലാനൊക്കെ നോക്കിയിട്ട് ഇപ്പം നമുക്ക് സാറ്റിസ്ഫൈ, ഇപ്പം ഞാൻ ഡെഫിനറ്റ്ലി പറയും എല്ലാ തെറപ്പിസ്റ്റുകളും എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. ഇറ്റ് മേ ബി ഡ്യൂ ടു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേരിയസ് ഫാക്ടേഴ്സ് അതിന് ഇൻവോൾവ് ചെയ്യും. എന്നാലും തെറപ്പിസ്റ്റുകളെല്ലാം ഒരേപോലെ അല്ല വർക്ക് ചെയ്യും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ എല്ലാ മനുഷ്യന്മാരായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാ തെറപ്പിസ്റ്റും നമുക്ക് സൂട്ടബിൾ ആവണം എന്നില്ല. അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണല്ലോ തെറപ്പിയിൽ, അല്ലേ? യെസ് യെസ്. ഈ മിത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, തെറപ്പി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ജേർണിയാണ്. അതായത് നമ്മൾ കുറച്ച് അതിന് ടൈം കൊടുത്ത്, നമ്മുടെ പേഷ്യൻസ് കൊടുത്ത്, നമ്മൾ അതിലേക്ക് കുറേ എഫേർട്ട് ഇട്ട് ഒരു റിസൾട്ട് കിട്ടും വിധം നമ്മൾ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് ഒരു ടൈം ബൗണ്ട് ജേർണിയാണ്. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു ഫിക്സഡ് ടൈം വെച്ചിട്ട് അതിൽ ചേഞ്ചസ് വരുത്താനോ നമുക്ക് കഴിയില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് അതിൽ മൂവ് ചെയ്യാന്നുള്ളത്. അതെ, അതായത് ഒരു വൺ ടൈം പ്രോസസ് അല്ല തെറപ്പി എന്ന് പറയുന്നത്. അതായത് ഗ്രാജുവലി മാറ്റം വരുന്ന കുറച്ച് സെഷൻസിലൂടെ ചിലപ്പോൾ ഒത്തിരി ടൈമൊക്കെ എടുത്ത് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ് തെറപ്പി എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ തെറപ്പി എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഇത്രയും ഇന്റൻസിറ്റിയിൽ വന്നാലാണ് എനിക്ക് തെറപ്പി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അപ്പൊ നേരത്തെ അലീന പറഞ്ഞ പോലെ നമുക്ക് വലിയൊരു ഇല്ലസ് ഉണ്ടെങ്കിൽ മാത്രമാണ് തെറപ്പി എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതൊന്നും ഇല്ല. ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് തെറപ്പി എന്ന് പറയുന്നത്, അല്ലെ? അതെ. പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ തെറപ്പിക്ക് ഒരു വൈഡ് റീച്ചും അല്ലെങ്കിൽ അതിന്റെ ഒരു അവയർനെസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഫിലിം ആക്ടേഴ്സ് ആണെങ്കിലും സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണെങ്കിലും ഡെഫിനറ്റ്ലി അവരും ഒരു തെറപ്പി എന്നൊരു ഇതിലേക്ക് മൂവ് ചെയ്യുന്നത്, ട്രാൻസിഷൻ ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഓരോരുത്തരുടെ ഓട്ടോബയോഗ്രഫീസ് വായിക്കുമ്പോഴും, ഇപ്പോൾ ബിൽ ഗേറ്റ്സ് പോലും അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അത് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. തെറപ്പി എത്രത്തോളം അദ്ദേഹത്തിനെ ചേഞ്ച് ചെയ്തു, അദ്ദേഹത്തിന്റെ പെർസ്പെക്ഷൻസ് മാറി എന്നുള്ളതിൻ്റെയൊക്കെ ആ ഒരു ഇത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് നമുക്കതിൽ.
തെറപ്പി ആവശ്യമായിട്ടുള്ള എല്ലാവരും കറക്റ്റായിട്ട് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിനെ പോയി കണ്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചേഞ്ചസ് അവർക്ക് ഉണ്ടാവും അല്ലേ? അതെ. ഇപ്പോൾ ആ ഒരു ടൈം കൊടുത്ത് ആ പേഷ്യൻസോട് കൂടിയിട്ട് അതിലേക്കൊരു എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തന്നെ ഒരു വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയി ഇരിക്കുക, നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. ഇപ്പോൾ ലൈഫിൽ ഡെഫിനറ്റ്ലി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷെ തെറപ്പി കൂടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ വർക്ക് ചെയ്യാം. നമ്മുടെ സ്ട്രെങ്ത്തുകൾ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാം. വീക്ക്നെസ്സുകൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. സോ തെറപ്പി ഒരു അത്യാവശ്യമായിട്ട് ഒരു ലൈഫിൽ വൺസെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എടുക്കണം. അത് മിത്സും അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റിഗ്മാസും മാറ്റി വെച്ച് അതിലേക്ക് പോകണം എന്നാണ്